5 തവണ ലോകം കീഴടക്കിയ ബ്രസീൽ നോർവേയോട് തോറ്റു പുറത്തായി. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്സെറ്റുകളിൽ ഒന്നാണ്. എന്താണ് സംഭവിച്ചത്? തോൽവിയിലേക്ക് എത്തിച്ച കാരണങ്ങൾ നോക്കാം. കളിയുടെ തുടക്കം മുതൽ ബ്രസീൽ ബോധപൂർവം കളി നോർവേക്ക് വിട്ടുകൊടുത്തു. കൗണ്ടർ അറ്റാക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു അണ്ടർഡോഗ് ടീം കളിക്കുന്നത് പോലെയാണ് ബ്രസീൽ കളിച്ചത്. ഈ പാസീവ് അപ്രോച്ച് തന്നെയാണ് നോർവേക്ക് കംഫർട്ടബിളായി കളിക്കാൻ അവസരമൊരുക്കിയത്. നോർവേക്ക് 66% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് ബ്രസീലിനെതിരെ. മിഡ്ഫീൽഡിലാണ് നോർവേ യഥാർത്ഥത്തിൽ ജയിച്ചത്. ലുക്കാസ് പെക്കറ്റയുടെ ഹാംസ്ട്രിംഗ് പരിക്ക് കാരണം ഇല്ലാതിരുന്നത് ബ്രസീലിന്റെ മിഡ്ഫീൽഡ് എഞ്ചിന് വലിയ വിടവ് സൃഷ്ടിച്ചു. ആദ്യ പകുതിയിൽ ബ്രൂണോ ഗിമറാസിന്റെ ഒരു പെനൽറ്റി കിട്ടിയിരുന്നു, പക്ഷേ നോർവേ ഗോൾ കീപ്പർ അത് തടഞ്ഞു. ബ്രസീലിന് മുന്നിലേക്ക് പോകാൻ കിട്ടിയ ആ അവസരം നഷ്ടമായതോടെ കളിയുടെ ഗതി മാറി. നിലവിൽ ബ്രസീലിന്റെ ഏറ്റവും മികച്ച പെനാൽറ്റി ടേക്കറായി ആൻചെലോട്ടി കണ്ടിരുന്നത് റാഫിഞ്ഞയായിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ നെയ്മർ, തേർഡ് ഇഗോർ തിയാഗോ, ഫോർത്ത് മാത്രമായിരുന്നു ബ്രൂണോ, ഫിഫ്ത്ത് മാർട്ടിനെല്ലി. വിനീഷ്യസ് ആദ്യ അഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല. റാഫിഞ്ഞയുടെ പരിക്ക് ഒരു വില്ലനായി. നോർവേ കോച്ച് സോൾബാക്കന്റെ മാസ്റ്റർ സ്ട്രോക്ക് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിയിൽ നിർണായകമായി. ഹാഫ് ടൈമിൽ സോൾബാക്കൻ സൊള്ളോത്തിനും നുസക്കും പകരം ഷെൽഡർനാപ്പിനെയും ബോബിനെയും ഇറക്കി. ഇത് നോർവേക്ക് സ്വാഭാവികമായി 4-3-3 ബാലൻസ് നൽകി. ഷെൽഡറപ്പിന്റെ 2 ക്രോസുകളിൽ നിന്നാണ് ഹാളണ്ടിന്റെ 2 ഗോളുകളും വന്നത്. ഇതിന് വിപരീതമായി ആൻചെലോട്ടിയുടെ എൻറിക്കെ നെയ്മർ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഫലം കണ്ടില്ല. കൂടാതെ ടൂർണമെന്റിൽ 4 അസിസ്റ്റുകളുമായി ബ്രസീലിന്റെ ഏറ്റവും ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായ ബ്രൂണോ ഗിമറസിനെ 79-ാം മിനിറ്റിൽ പിൻവലിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹാളണ്ട് അതിന് മറുപടി നൽകി. ഗിമറസിന്റെ പ്രസൻസ് നീക്കിയത് ബ്രസീലിന്റെ മിഡ്ഫീൽഡിനും കൺട്രോളിനും ടെമ്പോക്കും വലിയ ആഘാതമായി. രണ്ടാം ഗോളാണ് ഏറ്റവും വലിയ വീഴ്ച. ഹാളണ്ടിന് ബോക്സിന് പുറത്തു നിന്ന് ഷോട്ട് എടുക്കാൻ സ്പേസ് കൊടുത്തു. ഹൈ പ്രസ് ഉപയോഗിച്ച് അദ്ദേഹത്തെ ടെൻഷനിൽ നിർത്തണമായിരുന്നു. പകരം റിയാക്റ്റീവ് മാർക്കിങ്ങിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫിനിഷർക്ക് സമയവും സ്ഥലവും നൽകി ബ്രസീൽ തോൽവി ചോദിച്ചു വാങ്ങി.